അടുത്ത മാസമാണ് ദുബായിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തുറക്കുന്നത്. ദുബായ് സഫാരി, ഗ്ലോബൽ വില്ലേജ്, മിറക്കിൾ ഗാർഡൻ, ദുബായ് ഫൗണ്ടെയിൻ തുടങ്ങിയവയെല്ലാം ഒക്ടോബറിൽ സ്വീകരിക്കും. ഇതിനു പുറമെ ബ്ലൂ വാട്ടേഴ്സ്, സിറ്റി വാക്ക്, ഡൗൺ ടൗൺ എന്നിവിടങ്ങളിലെല്ലാം ആഘോഷങ്ങളും ആരംഭിക്കും. കൊടും ചൂടിനെ തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾക്കായാണ് പല കേന്ദ്രങ്ങളും അടച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് വർഷമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളും വിനോദങ്ങളും നിരവധി ഉണ്ടാകും. കഴിഞ്ഞ വർഷം 1.5 കോടിയോളം സന്ദർശകരാണ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയത്. ഒക്ടോബർ മുതൽ മെയ് വരെയാണ് സാധാരണ നിലയിൽ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് ദുബായ് ഫൗണ്ടെയിൻ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചത്. ഒക്ടോബർ 14-നാണ് ദുബായ് സഫാരി പാർക്ക് സന്ദർശകർക്കായി തുറക്കുക. 119 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന സഫാരി പാർക്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള 3000-ലധികം മൃഗങ്ങളും പക്ഷികളുമുണ്ട്. ഡെസേർട്ട് സഫാരി ക്യാമ്പുകളെല്ലാം അടുത്ത മാസം ആദ്യത്തോടെ സജീവമാകും. ഒക്ടോബർ മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്നതാകും UAE-യിലെ ടൂറിസം സീസൺ. ഇന്ത്യയിൽ നിന്നുമാണ് ഏറ്റവും അധികം സഞ്ചാരികൾ ഈ സീസണിൽ ദുബായിലെത്തുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.